Get low when the whistle go. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പത്ര കട്ടിങ് കണ്ടോ നിങ്ങൾ എല്ലാവരും? അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇന്ത്യനൂരിൽ തന്നെയുള്ള 4-5 ചെറുപ്പക്കാര് തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു സംരംഭമാണ് ഈ ഒരു നാച്ചുറൽ ആയിട്ട് ഉള്ളൊരു മീൻ കൃഷി. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യനൂരിൽ നിന്ന് നമ്മൾ കോട്ടൂർ റോഡിന് വരുമ്പോ എടുത്ത ഭാഗത്തേക്കൊരു റോഡ് കാണും, പള്ളിപ്പറമ്പ് റോഡ്. ആ റോഡ് നേരെ മുകളിലേക്ക് പോവുകയാണ് നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് ചെല്ലേണ്ടത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലേസ് ഒരു കോറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. അപ്പൊ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാര് ഈ ഒരു കൊറോണയുടെ സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം കൂടിയാണ് ഇത്. ഇതിനെ കുറിച്ച് ഇത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കട്ടിങ്സും കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചെല്ലുന്ന സമയത്ത് അവര് ഇത്തിരിയെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാലാണ് ഇതിന്റെ വിളവെടുപ്പ് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുനോക്കാം. ഇതവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കോറിയിലാണ്. അപ്പൊ ഈ ഏരിയയിൽ ഒത്തിരി കോറികൾ ഉണ്ട്. അപ്പൊ അതിലൊന്നിലാണ് അവർ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. തുടങ്ങിയിട്ട് 4-5 മാസങ്ങളായിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെന്നിട്ട് തന്നെ നോക്കാം. അപ്പോ നമ്മൾ പോകുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഒരു 3:30-4 മണി ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോണത്. ഈ ഒരു പ്ലേസിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ശാന്ത സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു പ്ലേസ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഈ ഒരു പ്ലേസ് നല്ല അടിപൊളി മൊമെന്റ് ആണ് തരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോയി നോക്കാം. പിന്നെ പറയാൻ എന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ടില്ല. ഒത്തിരി മുമ്പ് ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടുത്തുള്ള ആളെന്നെയാണ് പറഞ്ഞത്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് നീ ചെയ്ത് നോക്കുന്നൊക്കെ. അപ്പോൾ ഞാനും തന്നെ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ മരിച്ചു നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് അവരിവിടെ നല്ല ഗേറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് അവർ ചെയ്തിട്ടുള്ളത്. വലയൊക്കെ കെട്ടിയിട്ടും അതേപോലെ തന്നെ എത്രയോ സമയങ്ങളും ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമ്മൾ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്, താഴ്ഭാഗത്തേക്കാണ് ഈ ഒരു സംഭവം കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടാവും. അപ്പോ താഴ്ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവര് ഒരു കോണി വെച്ചിട്ടുണ്ട്. നോർമലി ഒരു വലിയൊരു കോണി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് ഇറങ്ങിയാലാണ് ആ ഒരു ഫാമിന്റെ അടുത്ത് അഥവാ ആ മീൻകുളത്തിന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. വലയൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ നന്നായിട്ട് സെക്യൂർഡ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ. അപ്പൊ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മളുടെ ഫാമിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഫാമിന്റെ വെള്ളത്തിന്റെ നിറം പച്ച കളറായി മാറിയിട്ടുണ്ട് കേട്ടോ. 4-5 മാസങ്ങളായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മീനുകളെ അത്ര തെളിഞ്ഞു കാണാനൊന്നും പറ്റുന്നില്ല. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നല്ല എന്താ പറയാ വെളിച്ചം വന്നതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സംരംഭത്തിന് അവര് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ 2 സംതിങ് അഥവാ 2800-3000 ആ ഒരു റേഞ്ചിലുള്ള മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം 4-5 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി വലിപ്പം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫുൾ ഡീറ്റെയിൽ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ടാർപ്പായ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടൊന്നുമല്ല ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത്. അത്യാവശ്യം നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ഫാം. അഥവാ കറക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മീൻ വളർത്തലാണ് ഈ കാണുന്നത്.
നമ്മള് ഫിൽറ്ററിംഗ് ഒന്നും ഇതിൽ വരുന്നില്ല, ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ആളുകൾ തന്നെ അഥവാ അത് തുടങ്ങിയിട്ടുള്ള സംരംഭകരന് നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തീറ്റയാണ് നമുക്ക് അവരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നത്. ഇതിന്റെ നെയിം അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. തീറ്റിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് അവറ്റകൾ വന്നിട്ട് കൊത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മീനുകളുണ്ട്, അപ്പൊ നമുക്ക് വിളവെടുക്കുന്ന സമയങ്ങളിലാണ് അത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുക. അപ്പോ ഇവര് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തുള്ള 2 വീഡിയോസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതും കൂടി അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു വീഡിയോസിൽ. അങ്ങനെ ആവുമ്പോൾ ഇത്തിരിയെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ നമ്മള് ഇത് പ്രീ പ്ലാനിങ്ങിൽ എടുത്തിട്ടുള്ള വീഡിയോ അല്ല എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി അപാകതകളുണ്ട്. അപ്പൊ ഈ ഒരു സമയമായപ്പോഴേക്കും അവര് മുകളിലേക്ക് വന്നിട്ട് മീനൊക്കെ എല്ലാം കൊത്തി തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ കറക്റ്റ് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഒന്നാമത് നാച്ചുറൽ ആണ്, നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാണാന്. കണ്ടോ, ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ടൈപ്പിലാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അത് തന്നെ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അവര് വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ 2 വീഡിയോസ് ഇതാണ് കേട്ടോ. അതിൽ ഒരു വീഡിയോ ഫസ്റ്റ് കാണുന്നതും സെക്കൻഡ് വീഡിയോ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് മീനിന്റെ വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കളക്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോസ് മാത്രമാണ് നമ്മളെ കയ്യിൽ ഇപ്പോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ 4-5 മാസങ്ങൾക്ക് ശേഷം എന്തായാലും അതിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം റാഫിയാക്ക പറഞ്ഞു തരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽസ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടു നോക്കാം. നമ്മളിപ്പോ കൊറോണ ഒക്കെ വന്ന കാരണത്താല് പണിന്നില്ല, വെറുതെ ഇരിക്കല്ലോ. അപ്പൊ നമ്മൾ ഈ കുഴിയാണെങ്കിൽ ഇവിടെ വെള്ളം നിൽക്കുന്ന ഏരിയയാണ് ഇതൊക്കെ. ഇത് വെള്ളം തന്നെ പറ്റലില്ല. ചിലപ്പോ ഇവിടെ ഈ ഏരിയയിലെ കിണറിലൊക്കെ വെള്ളം കൂടാൻ കാരണം തന്നെ ഈ ഒരു കുഴി കാരണത്താലാണ്. കാരണം ഇവിടെ നിന്ന് ഈ ഏരിയ ഇവിടെ കൊട്ടം പാറ പാറ നോക്കി ഫുള്ള് പാറയാണ് ഈ ഏരിയ മുഴുവൻ. അപ്പൊ ഞങ്ങൾ കുറച്ച് മീൻ ഇടാന്നുള്ള ആശയം വെച്ചു. കാര്യമായിട്ട് മീനിടാനുള്ള ആശയം വെച്ചത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം കൊറോണ കണ്ടിട്ട് എല്ലാവരും ഭയം നിൽക്കുന്ന നേരമല്ലേ. അപ്പോ ഞാനും ശ്യാമും പിന്നെ സർഫ് പറഞ്ഞ ആളുണ്ട്, സർഫുണ്ട്. പിന്നെ ഞങ്ങളെ സഹായിയായിട്ട് ജയഫർ എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ ഇതൊരു 10-30 സെന്റ് അടുത്ത സ്ഥലം ഉണ്ടാവും. ഇത് ഏകദേശം 10-30 സെന്റ് ഉണ്ടാവും. 5 ഐറ്റം മീനുകൾ ആക്കിയിട്ടുണ്ട്. നെട്ടറുണ്ട്, വാളുണ്ട്, വാള, കരിമീന്, പിന്നെ നെട്ടാന, ഈ 4 ഐറ്റമുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് ഞങ്ങൾ നശിപ്പിക്കാനായിട്ട് ഒരു 5-8 കണ്ണന്മാരെ കൊടുത്തിട്ടും ചെയ്തു. പിന്നെ വായന്റെ ആശയം വെച്ചു. എങ്ങനെ ഇപ്പൊ ഭൂമിയെ കിടക്കല്ലേ, കുറച്ച് വായ വെച്ചു. വായ ഇപ്പാട് കൊല വെട്ടിക്കാണ്ട് ഞങ്ങള് ലാശം നിർത്തിയതാണ്. തീറ്റക്കാരൻ ഇപ്പൊ 40 കിലോന്റെ ബാഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു 6 ദിവസം 7 ദിവസം കഷ്ടിച്ച് പോണ. തീറ്റ സ്റ്റാർട്ടിങ് നമ്മള് 0.6 ഫസ്റ്റ്, പിന്നെ അത് 8 ആക്കി, പിന്നെ 1.2 ആയി, 1.6 ആയി, പിന്നെ 2.5ലാണ് ഇപ്പൊ നമ്മൾ നിർത്തിയത്. ലാസ്റ്റ് 3 mm ഇട്ട് കൊടുത്തു. അവസാനം ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. മീനിന്റെ വെയിറ്റ് ഒക്കെ എത്ര ഉണ്ട്? മീനിന്റെ വെയിറ്റ് ഇപ്പൊ ഒരു 300, 250, ഒരു 200, 250, 300 അടിയിൽ വരും. പിടിക്കാൻ 2 മാസം ടൈം പാടുണ്ട്. ബാക്കി അതിലിപ്പോ വാള കഷ്ടി 1 കിലോന്റെ അടുത്തായിട്ടുണ്ട്, നെട്ടറും 1 കിലോന്റെ അടുത്തായിട്ടുണ്ട്. കരിമീനും ഏകദേശം 200. കരിമീൻ ആവശ്യം അറിയില്ല. കാരണം ഇത് കാരണം ഉണ്ടെങ്കിൽ നാച്ചുറൽ ആണല്ലോ. നാച്ചുറൽ ആയതുകൊണ്ട് പ്രശ്നം നമ്മൾ പായിട്ടില്ല, ഒന്നും ഇല്ലല്ലോ.
നാച്ചുറൽ ആയതുകൊണ്ട് ഇപ്പോലെ 6 കോലിക്ക് വെള്ളം ഇപ്പൊ ഇതിലുണ്ടാവും. അവറേജിൽ 6 കോലിന്റെ വെള്ളം ഇപ്പൊ ഇതിലുണ്ടാവും. ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ഇട്ടിട്ട് ഇപ്പോ 5 മാസമായി. പിന്നെ 2 മാസത്തെ വളർച്ചുമ്പോൾ ഉണ്ടാവും. അപ്പൊ ഏകദേശം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് പിടിക്കാം. അപ്പുറത്തും വെള്ളം ഉണ്ടോ? അപ്പുറത്തും ഇതേമാർക്ക് വെള്ളം നിൽക്കണ്ട? അപ്പുറത്തെ ഏരിയയിലുണ്ട്. അപ്പൊ ഈ വെള്ളമാണ് ഇവിടുത്തെ അനുഗ്രഹം. ഗ്രോ ഫിഷ് പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റയാണ് കേട്ടോ അവര് കൊടുക്കുന്നത്. അപ്പോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ രസകരമായിട്ടാണ് അവര് നമ്മളോട് സംസാരിച്ചതും നമ്മളോട് സഹകരിച്ചതും ഒക്കെ. അപ്പോ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതിൽ വന്നിട്ടുള്ള അപാകതകൾ നിങ്ങൾ എന്തായാലും നമ്മൾ അറിയിക്കണം. എന്നാലും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പ്രചോദനാവുള്ളൂ. അതേപോലെ തന്നെ 4-5 ചെറുപ്പക്കാര് കൂടി തുടങ്ങിയിട്ടുള്ളൊരു വളരെ രസകരമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. വളരെ മനോഹരമായിട്ടാണ് അവർ നമ്മളോട് സഹകരിച്ചത്. ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോ. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഏറുമാടം ഉണ്ട്. വളരെ നല്ല ഭംഗിയോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഏറുമാടത്തിന്റെ പിക്ചറും കൂടി ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പോ ഈ ഒരു പ്ലേസിലും അവർ ഇതേപോലെ തന്നെ അഥവാ മറ്റൊരു കൂട്ടർ തുടങ്ങിയിട്ടുള്ളൊരു എന്താ പറയാ ഫാം ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനിവിടെ വന്ന സമയത്താണ് അത് കണ്ടത്. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കറക്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇതും കൂടി ഇവിടെ ചേർത്ത് വെക്കുന്നത്. അപ്പോ ഈ ഒരു ഏർമാടത്തിന്റെ അതേപോലെ ഇവിടെയുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം നമ്മളെ. അപ്പോ നമ്മളിവിടെ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ആയിട്ട് അറിയിക്കുക കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.